ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ കൊലപാതകത്തിനും ഇറാന്റെ ഭീഷണിക്കും പിന്നാലെ തിളച്ചുമറിഞ്ഞ പശ്ചിമേഷ്യ. ഏതാനും നിമിഷവും ഇസ്രയേലും ഇറാനും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളും തമ്മിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന സൂചനകളാണ് മേഖലയിൽ നിന്നും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ലഭ്യമായ ഏതെങ്കിലും ടിക്കറ്റ് ഉപയോഗിച്ച് ലെബനൻ വിടണമെന്നാണ് പൗരന്മാരോട് അമേരിക്കൻ എംബസി അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ സമാന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ജൂലൈ 31-നായിരുന്നു ഇറാനിലെ ടെഹ്റാനിൽ ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ വധിച്ച മണിക്കൂറുകൾ പിന്നിടവേ ആയിരുന്നു ആക്രമണം. ഇതോടെയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടുപോയത്. ഹനിയയുടെ കൊലപാതകത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഹിസ്ബുള്ള തൊടുത്തുവിട്ട റോക്കറ്റുകൾ ഇപ്പോഴും പലയിടത്തുമായി അങ്ങിങ്ങായി പൊട്ടിത്തെറിക്കുന്നുമുണ്ട്. ഇന്ന് പുലർച്ചെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിൽ ബെയ്റ്റ് ഹില്ലൻ പട്ടണം ലക്ഷ്യമാക്കി ഡസൻ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു. ഇസ്രയേലിന്റെ റോക്കറ്റ് പ്രതിരോധ സംവിധാനം അയൺ ഡോം ഇതിനെയെല്ലാം നിർവീര്യമാക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. UK, ജോർദാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേൽ, ലെബനൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കുവാനും പൗരന്മാർ കഴിയും വേഗം മേഖല ഉപേക്ഷിക്കുവാനും ആവശ്യപ്പെട്ടു. സാഹചര്യങ്ങൾ പൊടുന്നനെ വഷളാകാനുള്ള സാധ്യതയുണ്ട് എന്ന് UK വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പറഞ്ഞിരുന്നു. പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് കൂടുതൽ സൈനികരെയും കോൺസുലർ സ്റ്റാഫിനെയും അതിർത്തി സേനയിലെ ഉദ്യോഗസ്ഥരെയും മേഖലയിലേക്ക് UK അയക്കുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ലെബനന് പുറമെ ഇസ്രയേലിലേക്കുള്ള യാത്രയ്ക്കും ഒഴിവുകൾ ഏർപ്പെടുത്തി കാനഡയും രംഗത്ത് വരികയാണ്. ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനയുടെയും ആക്രമണത്തിൽ നിന്ന് ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിൽ വിന്യസിക്കുമെന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ആക്രമണത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രയേലും. വെല്ലുവിളി നിറഞ്ഞ ദിനങ്ങളാണ് മുന്നിലുള്ളത് എന്നും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീഷണികൾ ഉണ്ടെന്നും ഏത് സാഹചര്യത്തിലും ഞങ്ങൾ തയ്യാറാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുകയാണ്. വാരാന്ത്യത്തിൽ വീടുകളിലേക്ക് മടങ്ങുന്ന ഇസ്രായേൽ മന്ത്രിമാർക്ക് സാറ്റലൈറ്റ് ഫോണുകൾ കൈമാറിയതായി റിപ്പോർട്ടുകളുണ്ട്. ആക്രമണങ്ങളിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾക്ക് തകരാറ് സംഭവിച്ചാൽ ബന്ധപ്പെടുന്നതിന് വേണ്ടിയാണ് മുൻകരുതൽ. നേരത്തെ സിറിയയിലെ ഡമാസ്കസിലെ എംബസിക്ക് നേരെ നടന്ന ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നടത്തിയിരുന്നു. സമാനമായൊരു ആക്രമണം ഇസ്രയേലും കരുതിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച യൂറോപ്യൻ യൂണിയൻ ഫ്ലോറിൽ പോളിസി ചീഫ് ജോസഫ് ബൊറാലുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഇസ്രയേലിനെ ശിക്ഷിക്കുന്നതിന് നിയമാനുസൃതമായ തങ്ങളുടെ അവകാശം നിസ്സംശയം ഉപയോഗിക്കുമെന്ന് ഇറാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ബക്രി ഖാനി അറിയിച്ചിരുന്നു. കൂടാതെ അസാധാരണമായ രംഗങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുമെന്ന മുന്നറിയിപ്പും വെള്ളിയാഴ്ച ഇറാന്റെ ഔദ്യോഗിക TV ചാനലിലൂടെ നൽകിയിരുന്നു.